എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഫൈനൽ പോരാട്ടത്തിനുള്ള ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലാവും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടുക. രണ്ട് ടീമും താരസമ്പന്നമാണ്. ഇന്ത്യ കരുത്തരായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ഫൈനലിലെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്കയെ തകർത്തൊരുക്കിയാണ് ന്യൂസിലൻഡ് ഫൈനൽ ടിക്കറ്റ് നേടിയത്. ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യയ്ക്ക് ആത്മവിശ്വാസമുണ്ട്. എന്നാൽ ഫൈനലിൽ ന്യൂസിലൻഡിനെ തോൽപ്പിക്കുകയെന്നത് ഇന്ത്യയ്ക്ക് എളുപ്പമാവില്ല. ഇതിനു മുമ്പ് 2 തവണയാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ ICC ടൂർണമെന്റ് ഫൈനലിൽ നേരിട്ടത്. 2 തവണയും ജയം ന്യൂസിലൻഡിനായിരുന്നു. ഇന്ത്യയ്ക്ക് തോൽക്കാനായിരുന്നു വിധി. അതുകൊണ്ടുതന്നെ ഇത്തവണയും ഈ നിർഭാഗ്യത്തിന്റെ സമ്മർദ്ദം ഇന്ത്യക്കുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ ഫൈനലിലേക്കെത്തിയത്. അതുകൊണ്ടുതന്നെ പ്രതീക്ഷകൾ വാനോളമാണ്. ന്യൂസിലൻഡിനെതിരെ ഫൈനലിന് ഇറങ്ങുമ്പോൾ ഇന്ത്യ പ്ലേയിംഗ് 11-ൽ മാറ്റം വരുത്തണമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സുപ്രധാന മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇന്ത്യ 4 സ്പിന്നർമാരുമായാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചത്. സെമിയിൽ ഓസ്ട്രേലിയയെ വീഴ്ത്തിയതും ഇതേ തന്ത്രത്തിലൂടെയാണ്. എന്നാൽ ഇതിനോടകം ദുബായിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ 4 സ്പിന്നർമാർക്കെതിരെ കളിച്ച ന്യൂസിലൻഡിന് ടീമിന്റെ തന്ത്രം മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയുടെ സ്പിന്നിക്കെതിരെ കൃത്യമായ പദ്ധതികളോടെയാവും ന്യൂസിലൻഡ് ഇറങ്ങുകയെന്ന കാര്യം ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ചില മാറ്റങ്ങൾ അത്യാവശ്യമാണ്. ന്യൂസിലൻഡിന്റെ മിക്ക താരങ്ങളും സ്പിന്നിനെ നന്നായി നേരിടുന്നവരാണ്. അതുകൊണ്ടുതന്നെ ഇന്ത്യയ്ക്ക് ഒരു പേസറെ കൂടി ആവശ്യമാണ്. കുൽദീപ് യാദവിന് വിശ്രമം നൽകി ഹർഷിത് റാണയെ തിരികെ വിളിക്കാൻ ഗൗതം ഗംഭീർ നീക്കം നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഡെത്ത് ഓവറുകളിൽ കിവീസിനെ ഭയക്കണം. ഗ്ലെൻ ഫിലിപ്സും മിച്ചൽ ബ്രാസ്വെല്ലും അതിവേഗം റൺസുയർത്തുന്നവരാണ്. അതുകൊണ്ടുതന്നെ ഇന്ത്യ ഇത്തരമൊരു മാറ്റം വരുത്താൻ തയ്യാറായിരിക്കും. ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലും ഋഷഭ് പന്തിനും അർഷ്ദീപ് സിംഗിനും പ്രതീക്ഷ വേണ്ട 2 പേരും ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനുണ്ടാവില്ലെന്നുറപ്പാണ്. സെമിയിലെ തകർപ്പൻ പ്രകടനത്തോടെ KL രാഹുൽ ഫൈനലിലും സീറ്റുറപ്പിച്ചിരിക്കുകയാണ്. വിക്കറ്റ് കീപ്പറായ KL രാഹുൽ 6ാം നമ്പറിൽ ടീമിന്റെ ആവശ്യത്തിനനുസരിച്ച് കളിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഋഷഭ് പന്തിനെ കൊണ്ടുവരാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ഫൈനലിൽ ഇന്ത്യ ഇറക്കാൻ സാധ്യതയുള്ള പ്ലേയിംഗ് 11 നമുക്ക് ഒന്ന് നോക്കാം. രോഹിത് ശർമ്മ, ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് അല്ലെങ്കിൽ ഹർഷിത് റാണ. അപ്പോൾ ഫൈനലിൽ ഇന്ത്യ ജയിക്കുമോ ന്യൂസിലൻഡ് ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.